കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം, തോവാള താലൂക്കുകൾ, ഈ രണ്ട് താലൂക്കുകൾ ഉൾപ്പെടുന്ന നാഞ്ചിനാട് എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂറിന്റെ നെല്ലറ എന്ന് നമ്മൾ പറഞ്ഞു ഇരുന്ന ആ നാഞ്ചിനാട് ശരിക്കും ചില സന്ദർഭങ്ങളിൽ തിരുവിതാംകൂറിന്റെ പഴയ വേണാടിന്റെ ഭാഗമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അത് ചോള പാണ്ഡ്യ രാജാക്കന്മാർ പിടിച്ചടക്കി വച്ചിരിക്കും. അപ്പോൾ ആ ഒരു പരിതസ്ഥിതിയിൽ ഈ പ്രദേശത്തിലേക്ക് ധാരാളം തമിഴ് അല്ലെങ്കിൽ ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ആക്രമണങ്ങൾ ഈ പ്രദേശത്തുണ്ടാകുകയും പലപ്പോഴും ഈ പ്രദേശത്തെ അവരെ കൈയടക്കി വയ്ക്കുകയും ചെയ്യും. എന്തിനേറെ പറയുന്നു, തിരുവിതാംകൂട് രാജാവ് ചിറവാ മൂത്ത തിരുവടി എന്ന് അറിയപ്പെടുന്ന ഈ തിരുവിതാംകൂട് രാജാവ് പലപ്പോഴും ഈ പ്രദേശങ്ങൾ തിരുവിതാംകൂറിനോട് വച്ച് പുലർത്തണമെങ്കിൽ പലപ്പോഴും തമിഴ് രാജാക്കന്മാർക്ക് കപ്പം കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭൂപ്രദേശം, അവിടേക്ക് ധാരാളം പേര് യുദ്ധത്തിനും മറ്റുമായിട്ട് പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള പല ആളുകളും പല കുടിയേറ്റങ്ങൾ, പല കാലഘട്ടങ്ങളിൽ നടന്ന കുടിയേറ്റങ്ങൾ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വേണാടിന്റെ ഒരു ശാഖയായ ദേശിംഗനാട്, ഈ ദേശിംഗനാട് സ്വരൂപത്തിന് നാഞ്ചിനാടിന് കിഴക്കുള്ള പ്രദേശം, അതിനെ മുള്ളിനാട് എന്നാണ് പറയുന്നത്. കളക്കാട് മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മുള്ളിനാട് പലപ്പോഴും നമ്മുടെ ദേശിംഗനാട് സ്വരൂപത്തിന്റെ ഒരു ശാഖ അവിടെ പാർത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സഹ്യപർവ്വതത്തിന് കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഉള്ള ഈ പ്രദേശം പലപ്പോഴും തമിഴും മലയാളവും കലർന്ന ഒരു രീതിയിൽ ഉള്ള ഭാഷ പ്രചരിക്കുകയും ഈ പ്രദേശത്ത് അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലയുടെ തൊട്ടുകിടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും രൂപപ്പെട്ട് ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു പാട്ടു സാഹിത്യം രൂപപ്പെട്ടു വന്നു. അതാണ് തെക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ആണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്. തെക്കൻ പാട്ടുകളിൽ തെളിയുന്ന ചരിത്ര വഴികൾ. ഈ തെക്കൻ പാട്ടുകൾ കൂടുതൽ ചരിത്രപരമായി ചരിത്രത്തോട് ഒട്ടി നിൽക്കുന്ന പാട്ടുകളാണ്. എന്തുകൊണ്ടോ ചിലപ്പോൾ പരമ്പരാഗത ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ അക്കാദമിക് പണ്ഡിതന്മാരോ ഒക്കെ ഒരുപക്ഷെ ഈ പാട്ടുകളെ അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നില്ല. നമ്മൾ എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഈ തെക്കൻ പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേണാടിന്റെ ചരിത്രത്തോട് നേരിട്ട് ബന്ധമുള്ള ഒട്ടേറെ പാട്ടുകൾ നമുക്കുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ചു തമ്പുരാൻ പാട്ട് എന്ന് പറയുന്നത്. വേണാടിന് പല ശാഖകൾ ഉണ്ടായിരുന്നു. ഈ ശാഖകളിൽ പെടുന്ന രാജാക്കന്മാർ പരസ്പരം കലഹിച്ചിരുന്നു, അധികാര തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് വ്യക്തമായി വിവരം നൽകുന്ന ഒരു പാട്ടുകാവ്യമാണ് അഞ്ചു തമ്പുരാൻ പാട്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പാട്ട് നമുക്ക് ലഭ്യമല്ല ഇപ്പോൾ. അത് ഒരുപക്ഷെ എഴുതിക്കൊണ്ടിരുന്ന ആ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമാകും എന്ന് കരുതിയോ അതുകൊണ്ടോ എന്തായാലും ഈ പാട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അത് നശിപ്പിക്കപ്പെട്ടതാകാം. ആ പാട്ട് കിട്ടിയാൽ നമ്മൾ പഴയ ഒരു ചരിത്രം പറയും. എന്താണ്? തിരുവിതാംകൂറിന് മുമ്പ് വേണാടായിരുന്നു. ആ വേണാടില് ഒരു രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. അങ്ങനെ ഒരു ചരിത്രം നമ്മൾ ഇങ്ങ് പഠിച്ചു വെക്കുകയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപ് വേണാടിന് പല ശാഖകളില് പലയിടങ്ങളിലായിട്ട് രാജഭരണം ഉണ്ടായിരുന്നുവെന്നും ആ രാജാക്കന്മാർ പലപ്പോഴും അധികാരത്തിന് വേണ്ടി മത്സരിച്ചിരുന്നുവെന്നും നമുക്ക് ഈ അഞ്ചു തമ്പുരാൻ പാട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നെടുമങ്ങാട് എന്ന് പറയുന്ന പേരകത്താവഴിയും അതുപോലെ തന്നെ ദേശിംഗനാടിന്റെ ഉപസ്വരൂപമായി കളക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു ചിറവാ സ്വരൂപവും അതുപോലെ തൃപ്പാപ്പൂർ ശാഖയുടെ ഒരു കീഴ്ഘടകമായിരുന്ന തിരുവിതാംകൂടും ദേശിംഗനാടും ഇങ്ങനെ അതുപോലെ കരുനാഗപ്പള്ളി, മാടത്തിൻകൂറും ഇങ്ങനെ വ്യത്യസ്തമായ വേണാടിന്റെ ശാഖകൾ തമ്മിൽ മത്സരം നടന്നിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായ അറിവ് നൽകുന്ന ഒരു കൃതിയാണ് അഞ്ചു തമ്പുരാൻ പാട്ട്. മഹാകവി ഉള്ളൂരും മറ്റും ഈ പാട്ട്
കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ പാട്ട് പിന്നീട് ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പോൾ അത് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുകയുമില്ല. ഞാനിത് നിരന്തരമായി ഈ പാട്ട് കാവ്യം ലഭിക്കുന്നതിന് വേണ്ടി അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇതുപോലെ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ വേണാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പാട്ടാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവൻ മാർത്താണ്ഡൻ ഇരവിക്കുട്ടിപ്പിള്ള വടുകപ്പടയോട് അല്ലെങ്കിൽ നായിക സൈന്യവുമായി ഏറ്റുമുട്ടി കൊല്ലവർഷം 810 കണിയാകുളത്തെ ആ പോർക്കളത്തിൽ വെച്ച് തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന കഥ നമുക്കറിയാം. അപ്പോൾ ആ ഇരവിക്കുട്ടിപ്പിള്ളയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന് പറയുന്ന കണിയാകുളം പോരിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ നമുക്ക് ഇരവിക്കുട്ടിപ്പിള്ളയുടെ ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് രവിവർമ്മ കുലശേഖരനായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഇവിടുത്തെ തൃപ്പാപ്പൂരിന്റെ സ്ഥാനം വഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗിനേയനായ വഞ്ചി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂട് ഭരിക്കുമ്പോഴാണ് വേണാടിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂടിന്റെ വലിയ പടത്തലവനായ ഇരവിക്കുട്ടിപ്പിള്ള ജീവിതം ബലിയർപ്പിക്കേണ്ടി വന്നത്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പാട്ടാണ് അയനിയൂട്ട് പെരുമാൾ തമ്പുരാൻ പാട്ട്. ഈ അയനിയൂട്ട് പെരുമാൾ എന്ന് പറഞ്ഞാൽ അയനി ഊട്ട് എന്ന് പറഞ്ഞാൽ അയനം ഊട്ടിയവൻ, അതായത് ഭക്ഷണം നൽകിയവൻ. അസനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പൊ ഭക്ഷണം നൽകിയവൻ ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി ജനങ്ങളുടെ പട്ടിണി മാറ്റിയ, ജനങ്ങൾക്ക് സുഭിക്ഷമായി അന്നം ദാനം നൽകിയ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് അയനിയൂട്ട് തമ്പുരാൻ എന്ന് പറയുന്നത്. ഈ അയനിയൂട്ട് തമ്പുരാൻ ആരായിരുന്നു? വേണാടിന്റെ കൊല്ലം ആസ്ഥാനമാക്കി വേണാട് ഭരിച്ച രവിവർമ്മ കുലശേഖരൻ എന്ന് പറയുന്ന സംഗ്രാമധീരൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ഇദ്ദേഹം വേണാടിന്റെ മാത്രമല്ല, പിന്നീട് കേരളത്തിൻ്റെയും അതുപോലെ ചോള രാജ്യത്തിൻ്റെയും പാണ്ഡ്യരാജ്യത്തിൻ്റെയും അതെല്ലാം പിടിച്ചടക്കി അദ്ദേഹം ദക്ഷിണ ഭാരത ചക്രവർത്തിയായി, സൗത്ത് ഇന്ത്യൻ എംപറർ ആയി അധികാരത്തിൽ വന്ന ഒരേ ഒരു കേരള രാജാവ് മാത്രമേ ഉള്ളൂ. മാർത്താണ്ഡവർമ്മയേക്കാൾ എത്രയോ ഔന്നത്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു വ്യക്തിയാണ് ആ സംഗ്രാമധീരൻ രവിവർമ്മ കുലശേഖരൻ. അദ്ദേഹത്തെ ദക്ഷിണ ഭോജനെന്നും ചതുഷ്ടി കലാവല്ലഭനെന്നും ശ്രീ പത്മനാഭ പദകമല പരമാരാധകനെന്നും എല്ലാം അങ്ങനെ നിരവധിയായിട്ടുള്ള ബിരുദങ്ങൾ അലങ്കരിച്ച മഹാത്മാവാണ് ഈ രവിവർമ്മ സംഗ്രാമധീരൻ. ഈ രവിവർമ്മ സംഗ്രാമധീരനെയാണ് അയനിയൂട്ട് തമ്പുരാൻ എന്ന പേരിൽ നമ്മൾ പാട്ടുകളിൽ, തെക്കൻ പാട്ടുകളിൽ പാടി പുകഴ്ത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ധാരാളം പാട്ടുകളുണ്ട്. അതിലൊന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് ഒന്നാണ് മേലാങ്കോട്ട് നീലി കഥ. മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മൻ, നമ്മുടെ നവീന തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ ഈ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ രാമവർമ്മയുടെ മക്കളും മാർത്താണ്ഡവർമ്മയും തമ്മിൽ അധികാര തർക്കം നടക്കുന്നു എന്നെല്ലാം നമുക്ക് നമ്മുടെ CV-യുടെ മാർത്താണ്ഡവർമ്മയിലൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. പക്ഷേ ഇവരെന്തിനു വേണ്ടിയാണ് മാർത്താണ്ഡവർമ്മയും തമ്പിമാരും തമ്മിൽ എന്തിനാണ് ചണ്ട കൂടിയത്? അധികാരത്തിന് വേണ്ടിയായിരുന്നോ? മരുമക്കത്തായം മാറ്റിയിട്ട് ഇവിടെ മക്കത്തായം സ്ഥാപിക്കാനാണോ ശ്രമിച്ചത്? എന്നാണ് നമ്മുടെ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ CV-യെ പോലുള്ള ചരിത്രാഖ്യായികൾ എഴുതിയവരും പറഞ്ഞത്. അതാണ് നമ്മൾ അംഗീകൃത ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ തമ്പി കുഞ്ചുതമ്പി കഥയെന്നും മേലാങ്കോട്ട് നീലി എന്നുമുള്ള പേരിൽ 2 തെക്കൻ പാട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തെക്കൻ പാട്ടുകളിൽ അത് ഒന്ന് മേലാങ്കോട്ട് നീലി കഥ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയതാണെന്ന് ആ പാട്ടിൽ തന്നെ വ്യക്തമായ സൂചനയുണ്ട്. ആ പാട്ടിൽ പറയുന്നത് തമ്പിമാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ പിണങ്ങിയത് അധികാര തർക്കത്തിനല്ല, തങ്ങളുടെ അച്ഛൻ
രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് രാമവർമ്മ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മക്കൾക്ക് രാജപുത്രന്മാരെന്ന നിലയിലെ കുറെ അധികം ബഹുമതികൾ ഉണ്ടായിരുന്നു. ആ ബഹുമതികളെല്ലാം അടുത്ത തൻ്റെ അച്ഛൻ്റെ മരുമകനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയപ്പോൾ അതെല്ലാം പിടിച്ചെടുത്തു. ഒരു ഗവൺമെന്റ് കൊടുത്ത ആനുകൂല്യങ്ങൾ അടുത്ത ഗവൺമെന്റ് സർക്കാർ വന്നപ്പോൾ അതെല്ലാം പിടിച്ചെടുത്തതുപോലെ എന്താണ് ഇവിടെ ഈ തമ്പിമാർക്ക്, രാജപുത്രന്മാരായി വിലസിയ തമ്പിമാരെ മാർത്താണ്ഡവർമ്മ എന്താണ് വളരെ പാപ്പരാക്കി തീർത്തു. അതായത് അവരെ ഒരു ഇതിനും കഴിയാത്ത ആളുകളാക്കി, നിത്യ ചെലവിന് പോലും കഴിച്ചു കൂട്ടാൻ കഴിയാത്ത തരത്തിലുള്ള പട്ടിണിപ്പാവങ്ങളിലേക്ക് ഈ തമ്പിമാരെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയല്ല, തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിന് വേണ്ടിയല്ല, മറിച്ച് ജീവനാംശത്തിന് വേണ്ടിയാണ് തമ്പിമാർ മാർത്താണ്ഡവർമ്മയുമായി പിണങ്ങിയതെന്ന് നമുക്ക് തമ്പിമാർ കഥയിലും അതുപോലെ തന്നെ മേലാങ്കോട്ട് നീലി കഥയിലും നമുക്ക് മനസ്സിലാകും. ഇതുപോലെ തെക്കൻ തിരുവിതാംകൂറിന്റെ മാത്രമല്ല, പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പാട്ടുകൾ ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേരുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വേണാടിൻ്റെ ചരിത്രഗാഥകളല്ല, പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം കൂടി നമുക്ക് ഈ തെക്കൻ പാട്ടുകളിൽ വായിച്ചറിയാം. അതിലെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ഉലകുടയ പെരുമാൾ തമ്പുരാൻ പാട്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു അഴകൻ പെരുമാൾ തമ്പുരാൻ പാട്ട്. ഇതെല്ലാം പാണ്ഡ്യരാജ്യത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. പക്ഷെ ഈ ചരിത്രത്തെ നിന്നും വേണ്ടത്ര പരിഗണന നമ്മുടെ ചരിത്രകാരന്മാരോ മറ്റു നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടറിയണം. ഇങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രചരിത്രം മാത്രമല്ല, സാംസ്കാരികമായിട്ടും ഉള്ളതും അതുപോലെ തന്നെ മതപരവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചുമുള്ള ചരിത്രം നമുക്ക് ഈ തെക്കൻ പാട്ടുകളിൽ നിന്ന് വായിച്ചറിയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ അവസ്ഥകളെക്കുറിച്ചും ഈ തെക്കൻ പാട്ടുകളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അക്കാലത്തെ ആചാര രീതി, വേഷവിധാനങ്ങള്, വിദ്യാഭ്യാസം, ഇങ്ങനെ സകല കാര്യങ്ങളും, മരണം, അങ്ങനെ വിവാഹം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, നാനാ വിഷയങ്ങളെക്കുറിച്ച്, അപ്പൊ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു പ്രതിഫലനമാണ് ഈ തെക്കൻ പാട്ടുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ രാഷ്ട്രചരിത്രം മാത്രമല്ല, സാംസ്കാരിക ചരിത്രവും എല്ലാം നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരമ്പരാഗത ചരിത്രകാരന്മാരും അതുപോലെ തന്നെ അക്കാഡമിക് പണ്ഡിതന്മാരുമൊക്കെ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഈ തെക്കൻ പാട്ടുകൾ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് നല്ലത്. അതായത് ചരിത്രത്തിലെ ചില നിശബ്ദതകളെ പൂരിപ്പിക്കുകയും അതുപോലെ തന്നെ സാന്ത്വനങ്ങളെ സന്തോഷഭരിതമാക്കാനും അതുപോലെ തന്നെ ഇരുട്ടിൽ തടയുന്നവർക്ക് വെളിച്ചം പകരാനും നമുക്ക് കഴിയുന്നത് ഈ തെക്കൻ പാട്ടുകളിലൂടെ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഒരു സാമൂഹിക ധർമ്മം കൂടി ഈ തെക്കൻ പാട്ടുകൾ വഹിക്കുന്നുണ്ട്. ഈ തെക്കൻ പാട്ടുകളുടെ പഠനം നമുക്ക് ഒരിക്കലും നമ്മുടെ ചരിത്രകാരന്മാരെ അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് തെക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.